മാലിഹി വനഫ്സിഹി വവലദിഹി ഹത്താ യൽഖല്ലാഹ തആല വമാ അലൈഹി ഖതിയാ. ദുഃഖം അനുഭവിക്കുന്ന ചെറുപ്പക്കാരാ, പ്രവാസ ജീവിതം അനുഭവിക്കുന്ന പ്രവാസികളെ, നിങ്ങൾ ഏർപ്പെടുന്ന കഷ്ടമുണ്ടല്ലോ, നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖമുണ്ടല്ലോ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസമുണ്ടല്ലോ. ഒരു വീട് വെക്കാൻ വേണ്ടി വർഷങ്ങളായി മരുഭൂമിയുടെ മടിത്തട്ടിൽ കിടന്ന് ചോര നീരാക്കി കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ. തന്റെ ഉമ്മയെ കാണാൻ കൊതിക്കുന്ന പ്രവാസിയുണ്ടല്ലോ, തന്റെ പൊന്നുമോളെ കാണാൻ കൊതിക്കുന്ന പ്രവാസിയുണ്ടല്ലോ. ഒരു ടിക്കറ്റ് എടുക്കാൻ പോലും ഗതിയില്ലാതെ മരുഭൂമിയുടെ മടിത്തട്ടിലൂടെ എരിപൊരി കൊള്ളുന്ന വെയിലിൽ കഷ്ടപ്പെടുമ്പോ അവന്റെ ഓരോ ശ്വാസവും നിശ്വാസവും, അല്ലാ എന്റെ കടമൊന്ന് വീട്ടി തരണമേ പടച്ചവനെ, എനിക്കൊരു വീട് നൽകണേ അല്ലാ, എന്റെ മകളെ കല്യാണപ്രായമെത്തി അവളെ വിവാഹം കഴിക്കാനുള്ള സൗകര്യം നൽകണേ പടച്ചവനെ. തന്റെ ഭാര്യയെ പോലും മറന്നുകൊണ്ട് എത്രയെത്ര യുവത്വം തുളുമ്പുന്ന ചെറുപ്പക്കാരാണ് തന്റെ ഭാര്യയുടെ സുഖം പോലും മറന്നുകൊണ്ട് മരുഭൂമിയുടെ കൊടുംവെയിലിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. ആ ചെറുപ്പക്കാരനെ നോക്കിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരനോ സഹോദരിക്കോ വല്ല ന്യൂനതകളോ വിഷമങ്ങളോ തട്ടിയാൽ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് അവരെത്തുമ്പോ വമാ അലൈഹി ഖതിയാ, അവർക്കൊരു പാപവും ഉണ്ടാകാതെ നേരെ സ്വർഗത്തിലേക്കാണ് മലക്കുകൾ അവരെ ആനയിച്ചു കൊണ്ടുപോവുക. അത് മതിയല്ലോ നമുക്ക് വലുത്, അതല്ലേ നമുക്ക് വലുത്. നമ്മുടെ നോമ്പ് എന്തിനാണ്, നമ്മുടെ നമസ്കാരം എന്തിനാണ്, നമ്മുടെ ഖുർആൻ പാരായണം എന്തിനാണ്, നമ്മുടെ ഈ പ്രഭാഷണം എന്തിനാ? ദുനിയാവിലെ നൈമിഷികമായ ജീവിതത്തിന് വേണ്ടിയല്ല, ആഖിറത്തിന്റെ അനശ്വരമായ ഭവനത്തിന് വേണ്ടിയാണ്. ദുനിയാവിൽ നമുക്ക് കുറഞ്ഞു പോയാൽ നീതിമാനായ പടച്ച തമ്പുരാൻ ആഖിറത്തിൽ നമുക്ക് വണ്ണമായ പ്രതിഫലം നൽകുമെന്ന് ലോകത്തിന്റെ ഹബീബായ മുത്തളി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി. അതുകൊണ്ട് ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. ഈ ദുഃഖവും ഈ പ്രയാസവും ഈ മാരകമായ രോഗങ്ങളും അല്ലാഹു നൽകുന്നത് സ്വർഗത്തിന്റെ പദവികൾ അധികരിപ്പിക്കാനാ.